ഹലോ ആൻഡ് വെൽക്കം ടു ജേർണി വിത്ത് ഷരീഷ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പരിപ്പ് കറിയാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇന്ന്. അതിനായി ഇവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് റെഡ് ലെൻറ്റിൽ അല്ലെങ്കിൽ ചുവന്ന പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ അടുപ്പിൽ തിളയ്ക്കാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു തക്കാളിയും ഒരു ക്യാരറ്റും ഒരു പച്ചമുളകും 4 വെളുത്തുള്ളിയും അരിഞ്ഞ് ഈ വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് ഒന്ന് ഇളക്കി കുക്കർ അടച്ചു വയ്ക്കാം. തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഞാനൊന്ന് അരിഞ്ഞാണ് ഇട്ടിട്ടുള്ളത്. എന്നാൽ ക്യാരറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതെല്ലാം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ കുക്കറിൻ്റെ ലിഡ് വെച്ച് പ്രഷർ കുക്കർ അടച്ച് ആവി വരുമ്പോഴത്തേക്കും നമുക്ക് വെയിറ്റ് ഇടാവുന്നതാണ്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗവിൻ്റെ തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ബാക്കി കുക്ക് ചെയ്തെടുക്കാം. വെയിറ്റ് ഇട്ടതിന് ശേഷം 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ കേൾപ്പിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. കുക്കറിൻ്റെ പ്രഷർ മാറി വരുമ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിനെ ഒന്ന് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് ഞാൻ വെള്ളം ചേർത്തതും ഉപ്പ് ചേർത്തതും. വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ രുചിയാണ് ഈ പരിപ്പ് കറിക്ക്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ കഴിക്കാവുന്നതാണ്. ഈ പരിപ്പ് കറി വീഗൻ ആയിട്ടുള്ളവർക്കും കഴിക്കാവുന്നതാണ്. കാരണം ഇതിൽ ഞാൻ നെയ്യൊന്നും ചേർത്തിട്ടില്ല. എനിക്കിങ്ങനെ ചപ്പാത്തിയോ പൊറോട്ടയോ കറിയിലിങ്ങനെ നല്ല കുളിച്ച് കഴിക്കുന്നതാണ് വലിയ ഇഷ്ടം.